LDF-ന് മൂന്നാം ഊഴം ഉറപ്പാണെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. നിർണായകമായ സമ്മേളനമാണ് കൊല്ലത്ത് സമാപിച്ചത്. ഇടതുപക്ഷ ഐക്യം ശക്തിപ്പെടുത്തുന്നതായിരുന്നു സമ്മേളനം. നവകേരള സൃഷ്ടിക്ക് പുതിയ വഴികൾ അംഗീകരിച്ചുവെന്നും AK ബാലൻ പറഞ്ഞു. കൊല്ലത്ത് നടന്ന 24ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള സംസ്ഥാന സമ്മേളനവും ഈ കേരളത്തിൻ്റെ മുന്നോട്ടുള്ള പുരോഗതിക്ക് നിർണായകമായ സംഭാവനയാണ് നൽകുക. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വീണ്ടും തിരിച്ചു വരും എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഇടപെടലാണ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ സച്ചിൻ കൂടി ചേരുകയാണ്. സച്ചിൻ, സ്വാഭാവികമായി മാധ്യമ പ്രവർത്തകർ രാവിലെ അദ്ദേഹത്തെ കണ്ടത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ വിധത്തിൽ ഇടതുപക്ഷത്തിൻ്റെ മുന്നേറ്റത്തെക്കുറിച്ചും മൂന്നാം ടേം സർക്കാരുമായി LDF തന്നെ വരും എന്ന് AK ബാലൻ പറയുന്നത് കേൾക്കാൻ ആഗ്രഹിച്ചായിരിക്കില്ലല്ലോ ആരും അങ്ങോട്ടേക്ക് പോയത്. അദ്ദേഹം ഒഴിഞ്ഞതിനെക്കുറിച്ചും അല്ലെങ്കിൽ ഇപ്പോൾ പത്തനംതിട്ടയിൽ പത്മകുമാറിൻ്റെ പ്രതികരണം വന്നതിനെക്കുറിച്ചും ഒക്കെ ആയിരിക്കില്ലേ സ്വാഭാവികമായും അദ്ദേഹത്തോട് ചോദ്യങ്ങളുണ്ടായത്. അതേക്കുറിച്ചൊക്കെ എന്തുകൂടിയാണ് അതേക്കുറിച്ച് കൂടിയൊക്കെ എന്തൊക്കെ പറഞ്ഞു? ശരത്, തീർച്ചയായും CPIM-ൻ്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് അവസാനിച്ചതിന് ശേഷം അതിൽ നിന്നും വിടവാങ്ങിയ, അതായത് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും പ്രായപരിധി 75 വയസ്സ് കഴിഞ്ഞ CPIM-ൻ്റെ നേതാക്കളൊക്കെ വിടവാങ്ങിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട മുതിർന്ന നേതാവ് കൂടിയാണ് AK ബാലൻ. AK ബാലനാണ് ഇന്നിപ്പോൾ കൃത്യമായി പാർട്ടി എടുത്ത തീരുമാനങ്ങളെക്കുറിച്ചും അതേപോലെ തന്നെ പാർട്ടി സമ്മേളനത്തിൽ ചർച്ച ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായി മാധ്യമങ്ങളുമായി പങ്കുവച്ചിട്ടുള്ളത്. അതായത് CPIM-ൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ കൃത്യമായി ഭരണപരമായ കാര്യങ്ങളും അതേപോലെ തന്നെ സംഘടനാപരമായ കാര്യങ്ങളൊക്കെ കൃത്യമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ വലിയൊരു പുരോഗതി കഴിഞ്ഞ സമ്മേളനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ചർച്ചകളാണ് ഇത്തവണ CPIM-ൻ്റെ കൊല്ലത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യമാണ് AK ബാലൻ പങ്കുവച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരള സൃഷ്ടിക്കായുള്ള പുതിയ തലത്തിലുള്ള സച്ചിൻ, അത് നമ്മൾ കേട്ടല്ലോ. സച്ചിൻ, അത് അദ്ദേഹം തന്നെ പറഞ്ഞ് നമ്മൾ കേട്ടു. അദ്ദേഹം പറഞ്ഞത് ആ അർത്ഥത്തിൽ മൂന്നാം തവണയും ഇടതുമുന്നണി അധികാരത്തിൽ വരും എന്നാണ് AK ബാലൻ പറഞ്ഞത്. ഞാൻ ചോദിച്ചത്, ഇതോടൊപ്പം തന്നെ മാധ്യമങ്ങൾ വലിയ വിവാദമായി നിലനിർത്താൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ ചോദ്യങ്ങളായി അദ്ദേഹത്തിൻ്റെ മുമ്പാകെ അവതരിപ്പിച്ചോ? എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി? തീർച്ചയായും മാധ്യമങ്ങൾ പ്രധാനമായും ഉന്നയിച്ച ഒരു വിഷയം, കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ നിന്നുള്ള CPIM-ൻ്റെ നേതാവ് പത്മകുമാർ ഫേസ്ബുക്കിലും അതേപോലെ തന്നെ ഇന്ന് രാവിലെ മാധ്യമങ്ങളുമായി പങ്കുവച്ച വിഷയങ്ങളെക്കുറിച്ചാണ് കൂടുതലായും മാധ്യമപ്രവർത്തകർ AK ബാലനോട് ചോദിച്ചിട്ടുള്ളത്. അതിൽ കൃത്യമായ മറുപടി AK ബാലൻ പറഞ്ഞിട്ടുണ്ട്. കാരണം സംസ്ഥാനത്ത് CPIM-ന് നിരവധി നേതാക്കൾ, കഴിവുള്ള നിരവധി നേതാക്കളുണ്ട്. എല്ലാവരെയും പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി സാധിക്കില്ല. നിലവിൽ മന്ത്രി വീണ ജോർജുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ ജോർജ് നിലവിൽ സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ ക്ഷണിതാവായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുൻകാലങ്ങളിലും ഇത്തരത്തിൽ പല മന്ത്രിമാരെയും സംസ്ഥാന കമ്മിറ്റിയിൽ ക്ഷണിതാവായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിലൊരു പ്രതികരണം അനവസരത്തിലാണ് പത്മകുമാർ ഉന്നയിച്ചിട്ടുള്ളത് എന്ന കാര്യവും CPIM-ൻ്റെ മുതിർന്ന നേതാവായിട്ടുള്ള AK ബാലൻ പങ്കുവച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രായപരിധിയുടെ കാര്യങ്ങളടക്കം പങ്കുവെച്ചുകൊണ്ടാണ് AK ബാലൻ മാധ്യമ പ്രവർത്തകർക്ക് കൃത്യമായ മറുപടി നൽകിയിട്ടുള്ളത്. ശരത്, ശരി സച്ചിൻ.